അടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒന്നും ആലോചിച്ചില്ല. കാരണം ആ വ്യക്തി ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ 2 അനിയന്മാര് ജെയിംസ് മാത്യു, ജോസഫ് മാത്യു, സണ്ണി മാത്യു. ഈ 3 പേരും എന്റെ കസിൻ പ്രദേശമാണ്. അവർ ഈ മേഖലയിൽ കൂടിയാണ് ഇന്ന് വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ അന്നൊക്കെ ചിന്തിച്ചിരുന്ന കാര്യം എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഗൾഫിലുള്ള ജോലിക്ക് എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് ചിന്തിച്ചത്. പക്ഷെ ഗൾഫിൽ പോയി 10-12 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ പണിയെടുത്ത വ്യക്തികള് ഒരു 45 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടേക്കും എൻട്രി ഇല്ല, തിരിച്ച് ഗൾഫിലേക്ക് എൻട്രി ഇല്ല, നാട്ടിൽ വന്ന് ചെയ്യാനായിട്ട് വേറെ പണിയില്ല. ഇന്നിപ്പോ എന്റെ കൂടെ ഒരുപാട് വ്യക്തികളുടെ സുഹൃത്തുക്കള് വെറുതെ വീട്ടിലിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ചെയ്യാനായിട്ട് നാട്ടിൽ പണിയില്ല, ഗൾഫുകാർ എടുക്കില്ല, നല്ല സ്കില്ലുള്ള ആളുകളാണ്. ആ സമയത്താണ് ഈ ഒരു അവസരം കേട്ട് ഞാൻ ശക്തമായ രീതിയിൽ ഇത് ചെയ്യാൻ തീരുമാനമെടുത്തു. നാട്ടിൽ വന്ന് ഞാൻ ആദ്യം ആരംഭിച്ചത് ഒരു കോൺട്രാക്ടർ വർക്കാണ്, ഡ്രസ് വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ പാരലായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറായി. അതേപോലെ ഞാൻ പറഞ്ഞ കാര്യം ആദ്യമായിട്ടൊന്നും എനിക്ക് ഇത് ഇറങ്ങി പോപ്പെടാൻ തന്നെ പറ്റില്ല. ഐഡിയ അടിച്ചോ, പ്രൊഡക്റ്റ് എടുത്തു, ബാക്കി കാര്യം പത്ത് നോക്കാം, പ്രൊഡക്റ്റ് ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ട് തന്നു. ആദ്യം തന്നെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞത് വീട്ടുകാരപ്പം തന്നെ. കാരണം 1.5 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഞാൻ ഗൾഫിൽ നിന്നിട്ട് ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് തല്ലാൻ പിടിക്കില്ല. സത്യല്ലേ? ഞാൻ കട്ടിലടിയിൽ വെച്ച പ്രൊഡക്റ്റില് ഒരു ദിവസം 3 മക്കളാണ് എനിക്കുള്ളത്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് കവചപ്രാശം ഞാൻ ഹോസ്പിറ്റലിൽ ഒരു മാസം 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകും മക്കളെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പോണ സമയത്ത് ഇദ്ദേഹം എടുത്ത് പറയുന്നത് കവചപ്രാശം എന്ന് പറഞ്ഞ ലേഖുണ്ട്, അതൊന്നും മക്കളും കൊടുത്തു നോക്കുന്നു പറഞ്ഞു. വില കണ്ടപ്പോൾ എനിക്ക് പൊട്ടിക്കാൻ തോന്നിയില്ല, കാരണം 1295 കിലോ വില. അപ്പൊ മനസ്സിലാവുന്ന ഞാനത് പൊട്ടിച്ച് മക്കൾക്ക് കൊടുത്തു. അത് കൊടുത്ത ഇന്ന് വരെ ഞാൻ കാണുന്ന ഡോക്ടറെ മക്കളെ കൊണ്ട് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലായി ഈ ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്, ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബിസിനസ് ആണെന്ന് മനസ്സിലായി. അന്ന് മുതൽ ഇന്ന് വരെ ശക്തമായ രീതിയിൽ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ ഈ ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ വരെ, ഈ ഡിസംബർ വരെ നമ്മൾ ഈ ബിസിനസ് കോൺട്രാക്ട് വർക്ക് നന്നായിട്ട് ചെയ്തു. കോട്ടക്കൽ ആയുർവേദികശാലയുടെ വർക്ക് നന്നായിട്ട് ചെയ്തു പോയിട്ട് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ തീരുമാനം എടുത്തു. ഞാൻ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലീഡർ പറഞ്ഞു, ഇങ്ങനൊന്നും പോയാൽ പറ്റില്ല, ഇങ്ങനൊന്നും പോയാൽ ഈ ബിസിനസ് പറ്റില്ല, അപ്പൊ നന്നായിട്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന മേഖലയിൽ ഞാൻ പുലിയാണ്, പക്ഷെ ഈ മേഖലയിൽ പഠിച്ച് ചെയ്താലേ നമ്മൾ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, ഇതിന് ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ ഏറ്റെടുക്കാൻ തീരുമാനം എടുത്തു. ശക്തമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ